കൂടുതലൊന്നും പറയാനില്ല. രമേശ് പറഞ്ഞത് ഉത്തരവാദിത്തം ഉണ്ടോ ശരിക്കും സോണിയാഗാന്ധിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരാളെ കൂട്ടിപ്പോയ നേതാക്കന്മാർക്ക്? അദ്ദേഹം ഒരു വിവാദത്തിന്റെ ആളായിരുന്നല്ലോ. അദ്ദേഹത്തെ ശബരിമലയിലെ ഒരു ഔദ്യോഗിക സ്ഥാനം നൽകിയത് LDFന്റെ 2019 ഉത്തരവ് പ്രകാരം. അത് വ്യക്തമാണ്. അല്ല, ഇങ്ങനെ ഒരാള് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എങ്ങനെയാണ് ബന്ധമെന്നുള്ള ചോദ്യപ്പോഴാണ് ബാക്കിയാണല്ലോ. അദ്ദേഹത്തെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് പ്രധാനപ്പെട്ടത്. അതല്ലേ ഈ കളവിന് അവസരം ഒരുക്കിയത് അങ്ങനെയാണ്. അല്ല, ഈ ബന്ധം എന്തായാലും ചർച്ചയാണല്ലോ പ്രസിഡന്റ്. അത് നമ്മളിപ്പോൾ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആന്റിസിഡൻസും പരിശോധിച്ചിട്ടല്ല. ചിലപ്പോൾ ചില ആളുകളെ പരിചയപ്പെടും, എല്ലാവരെയും പരിചയപ്പെടും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും. അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങളെല്ലാം നിർവഹിച്ചിട്ട് CPM-ന്റെ നേതാക്കളാണ്. മുഖ്യമന്ത്രി പേരില്ല, ഒറ്റപ്പേരിലേക്ക് എത്തില്ല. അല്ലല്ല, ഒരു സ്ഥലത്ത് ഒറ്റപ്പേരല്ല, ഒന്നിലേറെ പേരുകൾ കോൺഗ്രസ് പരിശോധിക്കും. അതുപോലെ കൊല്ലത്തൊക്കെ ഡെപ്യൂട്ടി മേയർ ഏതെങ്കിലും ഘടകകക്ഷിക്ക് എനിക്കറിയില്ല. ഏതെങ്കിലും കൊടുക്കും? സ്റ്റേറ്റ് തലത്തിലല്ല, ജില്ലാ തീരുമാനം. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെയും പ്രാർത്ഥനാ സമൂഹത്തിനെതിരെയും നടന്ന പരാക്രമങ്ങളും ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അത്തരം നടപടികൾക്ക് വലിയ പ്രതിഷേധമാണ് ഇടയാക്കിയിട്ടുള്ളത്. ആ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുകയാണ്. രാജ്യം ഭരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തം. പള്ളിയുടെ മുമ്പിൽ പോലും ഇന്നലെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ മതേതര രാഷ്ട്രത്തിന് യോജിച്ചതാണ്. അതുപോലെ പ്രസിഡന്റ്, ഈ ലോക് ഭവനിൽ ഇന്നലെ എല്ലാ ജീവനക്കാർക്കും അവധി കൊടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ചില BJP സ്റ്റേറ്റുകളിലൊക്കെ അവധി ഒഴിവാക്കുക, അത്തരത്തിലുള്ള പ്രവണതകളെ എങ്ങനെയാണ്? അതൊരിക്കലും ഒരു മതേതരത്വത്തിന് യോജിച്ചതല്ല. ക്രിസ്മസ് എന്ന ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും അവധി കൊടുക്കുന്നില്ല എന്ന് വരുമ്പോൾ ഏകപക്ഷീയമായ തീരുമാനം ഒരു ആശ്വാസമാണ്.